എനിക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയില്ല, ഒരു പായസവും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഒന്ന് കഴിച്ചു വെക്കേ. ഹെൽത്തി പപ്പടം. ഇങ്ങനെ വേണം ഇരിക്കാൻ. ഇനി കുറുകെ ഇത് ചീത്തയാണ്. ഓക്കെ ഗൈസ്, നമ്മളിന്ന് ഫസ്റ്റ് ടൈം ഒന്ന് അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡബിൾ ഹോൾസിൻ്റെ അട വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ അട ഇത് മൊത്തത്തിൽ ചൂടുവെള്ളത്തിലോട്ട് ഇടാം. സോ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഒട്ടിക്കണമെന്ന് എനിക്കറിയില്ല. പൊട്ടിച്ചിടാൻ ഭയങ്കര വലിയതായിട്ടിരിക്കുന്നു. ഇനി പൊട്ടിച്ചിടാം. എനിക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. എനിക്ക് ഒരു പായസം ഉണ്ടാക്കാൻ അറിയില്ല. ഞാനൊന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇത് പൊടിച്ചിട്ടിടണമായിരുന്നു. സോ ഞാൻ തിളച്ച വെള്ളത്തിലോട്ട് അടയിട്ട് ഒരു 7:30 ആയി. ഒരു 20 മിനിറ്റ്സ് ഞാനത് വേവാൻ വേണ്ടി വെച്ചേക്കും. അപ്പോൾ ഒരു 7:50 ആകുമ്പോഴേക്കും നമുക്ക് അട സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ റെഫർ ചെയ്തായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയില്ല, ഒരു പായസവും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. നമുക്കിനി ശർക്കര പാനീയം ഉണ്ടാക്കാം. എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര ഉണ്ട്. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ശർക്കര പാനീയം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനത് കുറച്ചുകൂടി സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ അട വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ശർക്കര ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അടി പിടിച്ചു തുടങ്ങി കേട്ടോ. ശർക്കര തിളച്ചിട്ട് ശർക്കര പാനീയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല. കണ്ടോ, ശർക്കര നല്ല രീതിയിൽ തിളച്ചിട്ട് വരുന്നുണ്ട്. ശർക്കര പാനീയം സെറ്റായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്നേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ അട ഇപ്പുറത്തോട്ട് വയ്ക്കാം. സോ ഞാനിവിടെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യിട്ട്, മുന്തിരിയില്ല, കിസ്മിസ് ഇല്ല, പക്ഷെ നമുക്ക് ബദാമുണ്ട്. ഈ പായസത്തിൽ കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്തു. ഇനി നെയ്യിലോട്ട് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇവിടെ കിസ്മിസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും, പിന്നെ കുറച്ച് പിസ്തയും വെള്ളമിട്ട് ഇട്ടു ഹെൽത്തി ആയിട്ട് ഞാനിത് നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് കുറുകി ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ? ബ്രൗൺ കളറായി.
ഇത് മാറ്റി വയ്ക്കാം. ഞാനൊരു അട എടുത്ത് കഴിച്ചു നോക്കി. ഇച്ചിരി കൂടെ വേവാനുണ്ട്. നമുക്കിതിനി സ്ട്രെയിൻ ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. ബദാമൊക്കെ ഫ്രൈ ചെയ്തെടുത്ത നെയ്യിലോട്ട് ഞാൻ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ച അട ചേർക്കാൻ പോവാ. സ്ട്രെയിൻ ചെയ്ത് വെച്ച അടയാണിത്. നല്ല രീതിയിൽ ഇളക്കി ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ശർക്കര പാനിയും ചേർക്കാം. ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ലേശം കൂടിപ്പോയി. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് എടുത്തിടാം. കാഞ്ചനമിന് പായസം അല്ല, നീ കലക്കി തന്ന തേങ്ങാപ്പാലിന്റെ പ്രശ്നമാണ്. മൊത്തം ഇതൊക്കെ നിറച്ചും തേങ്ങാപ്പാൽ മൊത്തം ഓണമായി. ഒന്ന് കഴിച്ചു വെക്കേ. ഞാൻ എന്നുണ്ടാക്കിയ നീ ഇങ്ങനെ പറയാറ്. തേങ്ങാപ്പാലിന്റെ ഒരു പ്രശ്നമുണ്ടോ? അത് വേറെ പ്രശ്നമൊന്നുമില്ല. പായസം പോലെ ഉണ്ടോ? സത്യം പറ. അത് കുറുകുണ്ട്, വെള്ളം പോലെ ഇരിക്കല്ലേ. ഇങ്ങനെ വേണം ഇരിക്കാൻ. ഇനി കുറുകെ ഇത് ചീത്തയാണ്. ഓക്കെ ഗൈസ്, അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ പപ്പടം പൊരിക്കുന്നത് ഇങ്ങനെ ഓവനിൽ വയ്ക്കും. കാണിച്ചു തരാം. കണ്ട് ഹെൽത്തി പപ്പടം എങ്ങനെയുണ്ട്? ഇത് വെറും ട്രയലായിരുന്നു. പൂർവാധികം ശക്തിയോടെ ഞാൻ വീണ്ടും വേറെ അടിപൊളി പായസം ഉണ്ടാക്കിക്കൊണ്ട് വരും. ഞാൻ പോയി പായസം കുടിക്കട്ടെ. പഴം പപ്പടം കൂട്ടി.